നമുക്ക് ഇന്ന് രാത്രത്തേക്കുള്ളൊരു ഊണ് തയ്യാറാക്കിയാലോ? പൊതുവേ എൻ്റെ വീട്ടിലെല്ലാവരും രാത്രി ചോറാട്ട കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അരി കഴുകി എടുക്കണതാണ്. അപ്പോൾ 2 പാത്രം അരിയാട്ട ഞാൻ കഴുകാൻ വേണ്ടി എടുത്തേക്കണത്. അത് നേരെ കഴുകി ഊറ്റി എടുക്കണേണ്. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കലത്തിലെ വെള്ളം എടുക്കണേണ്. അപ്പോൾ രാത്രത്തേക്കുള്ള ഊണായതുകൊണ്ട് മാത്രമാണ് കുഞ്ഞിക്കലം എടുത്തേക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലേക്കാണ് ചിലപ്പോൾ വലിയ കലത്തിലേക്കോട്ട് അരി വെക്കണത്. അങ്ങനെ അരി നമ്മൾ നേരെ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് ആവണ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണിയൊക്കെ നോക്കാം. നമ്മൾ ഉണക്കക്കൊഴുവ കറി വെക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെളുത്തുള്ളിയാണ് ഞാൻ പൊളിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും പൊളിക്കുമ്പോൾ ഞാൻ ഇതേപോലെ അതിന് നടുക്ക് ഇങ്ങനെ കത്തി കൊണ്ടൊരു വര ഇങ്ങനെ വരക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സാധനം പൊളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ആയിട്ട് പൊളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് ഇങ്ങനെ കിള്ളി എടുക്കാനായിട്ട് എനിക്ക്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ അരി ഇങ്ങനെ തിളച്ചാൽ അപ്പോൾ അതൊക്കെ വരില്ല. അപ്പോഴേക്ക് ഞാൻ മൂടിയൊക്കെ മാറ്റി വെക്കൂട്ടോ. അല്ലെങ്കിൽ പിന്നെ നേരെ ഗ്യാസ് എന്തായാലും കിട്ടും. അങ്ങനെ തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊക്കെ മാറ്റി അങ്ങ് വെച്ചിട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ ശേഷം നമ്മൾ ചോറ് വാർക്കോളൂ കേട്ടോ. ഇനി നമുക്ക് രാത്രിത്തേക്കുള്ള കറി അങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നേരെ ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വെച്ച ഉണക്കൊഴുവ കേട്ടോ ചട്ടിയിലേക്ക് ഇടുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നാളത്തേക്കുള്ള കറിയും കൂടി സെറ്റ് വെക്കുക. അപ്പോൾ നാളെ കോളിഫ്ലവറാണ് കറി വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇന്ന് രാത്രി തന്നെ അങ്ങ് അരിഞ്ഞ് വെക്കുക. അപ്പോൾ ഉണക്കൊഴുവ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഉണക്കൊഴുവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ എണ്ണ അവിടെ വെച്ചിട്ട് നമ്മൾ എണ്ണ ചട്ടിയിൽ നിന്ന് മാറ്റാണ്ട് തന്നെ ഉണക്കൊഴുവ മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇടിച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടിച്ച മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ച ആ ഉണക്ക കൊഴുവില്ല അതും കൂടി അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നതോടെ നമ്മുടെ ഉണക്ക കൊഴുവ് റെഡി. അപ്പോൾ രാത്രിത്തേക്കുള്ള ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ രാത്രിത്തെ ഊണെന്ന് പറയുന്നത്. അപ്പോൾ ചോറും ഉണക്ക കൊഴുവും പിന്നെ തലേ ദിവസത്തെ മീൻകറി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.